കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര ആവശ്യപ്പെട്ടത്. ഇതൊരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ വനിതാ MP മൊയ്ത്ര അത് പിൻവലിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അവർക്കെതിരെ ഇതാ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അമിത്ഷായുടെ തലയറുത്തു മാറ്റാൻ MP ആവശ്യപ്പെടുന്ന കാരണം കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തടയാത്ത പരാജിതനായ ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അമിത്ഷായുടെ തലയറുക്കണമെന്നായിരുന്നു മഹുവയുടെ പരാമർശം വന്നത്. ഇപ്പോൾ ഗോപാൽ സാമന്തോ എന്നയാളുടെ പരാതിയിലാണ് ഛത്തീസ്ഗഡിൽ ഈ കേസെടുത്തിരിക്കുന്നത്. പ്രവർത്തകർക്ക് ആവേശം നൽകാനും അതുപോലെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനും ഒക്കെയാണ് MP ഇത് പറഞ്ഞതെങ്കിലും അതൊരു കലാപാഹ്വാനമായി നിയമം കാണുകയാണ്. അതുപ്രകാരം വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, മതവികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ദുരുദ്ദേശപരമായ പ്രവർത്തികൾ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് മഹുവ മൊയ്ത്ര MPക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ BJP പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. കൃഷ്ണനഗറിൽ നിന്നുള്ള MP-യാണ് മഹുവ മൊയ്ത്ര. പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്ന മഹുവ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. നുഴഞ്ഞുകയറ്റക്കാർ വന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പറഞ്ഞ് തല തല്ലുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നിരിക്കെ അതിന് പ്രാധാന്യം നൽകണോ പിന്തുണ നൽകണോ അതിനൊന്നും കഴിയാത്ത ഒരു ആഭ്യന്തര വകുപ്പ്, അതിർത്തി കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഈ ആഭ്യന്തര വകുപ്പിന് ഇങ്ങനെയുള്ളൊരു മന്ത്രി എന്തിനാണെന്നാണ് MP ചോദിച്ചിരിക്കുന്നത്. ആ ആഭ്യന്തരമന്ത്രിയുടെ തല വെട്ടണമെന്നാണ് MP-യുടെ ആവശ്യം. ഏതായാലും ആവശ്യം അല്പം കടുത്തത് തന്നെയാണ്. പൊതുവെ BJP-യുടെ ഏറ്റവും വലിയ ശത്രുവാണ് മഹുവ മൊയ്ത്ര. അതും മമതയുടെ പാർട്ടിയിൽ നിന്നുള്ള ഒരു MP-യാണ് എന്നുള്ളത് ബംഗാൾ BJP-യുടെ രക്തം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് അവർക്കെതിരെ BJP നടത്തുന്നത്. നമുക്കറിയാം, തലവെട്ടു കേസുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പാർട്ടികളാണ് അമിത്ഷായുടെ BJP-യും മൊയ്ത്രയുടെ തൃണമൂലുമൊക്കെ. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ തലവെട്ടണം എന്നൊക്കെ പറയുന്നത് അല്പം കടന്നുപോയി. ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ അത് ഏതു ഭാഗത്തു നിന്നുള്ള ആക്രമണമായാലും നുഴഞ്ഞുകയറ്റമായാലും രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശത്രുക്കൾ രാജ്യത്തിനുള്ളിൽ എത്തുന്നത് തടയാൻ കഴിയാതെ അതിനുശേഷം അവരെ കുറ്റപ്പെടുത്തിയും ശത്രുക്കളാക്കിയും ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്ന BJP-യുടെ പരിപാടി അതൊരു ബോറായി തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.